സ്വവർഗ വിവാഹം നിയമവിധേയമാക്കുന്നതിനെ സുപ്രീംകോടതിയിൽ എതിർത്ത് ദേശീയ ബാലാവകാശ കമ്മീഷനും രംഗത്ത്. സുപ്രീംകോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വവർഗ പങ്കാളിക്ക് കുട്ടികളെ ദത്തെടുക്കാൻ അനുവാദം നൽകാനാവില്ലെന്നും കമ്മീഷൻ അറിയിച്ചു. സ്വവർഗ വിവാഹത്തിന് നിയമസാധുത തേടിക്കൊണ്ടുള്ള കേസിൽ വാദം തുടങ്ങാനിരിക്കെയാണ് കമ്മീഷൻ നിലപാട് വ്യക്തമാക്കിയത്. ഹർജി സുപ്രീംകോടതിയുടെ 5-അംഗ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. മാർച്ച് 13-നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഭരണഘടനാ ബെഞ്ചിന് കൈമാറിയത്. സ്വവർഗ വിവാഹത്തെ എതിർത്തുകൊണ്ട് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നു. ഇന്ത്യൻ സംസ്കാരത്തിനും ജീവിതരീതിക്കും സ്വവർഗ വിവാഹം എതിരാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രധാന വാദം. സ്വവർഗ വിവാഹവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിന് തയ്യാറല്ലെന്ന നിലപാട് തന്നെയാണ് കേന്ദ്രം കോടതിയെ അറിയിക്കുന്നത്. 1954-ലെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം സ്വവർഗ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ സാധ്യമല്ല. വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ടവരുടെ വിവാഹത്തിനുള്ള ഭരണഘടനാപരമായ പരിരക്ഷയുടെ പരിധിയിൽ സ്വവർഗ വിവാഹം വരില്ല. ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിക്കാൻ ഭരണഘടന നൽകുന്ന അവകാശം സ്വവർഗ വിവാഹത്തിനുള്ളതല്ല. സ്വവർഗ വിവാഹം മൗലികാവകാശത്തിന്റെ ഭാഗമല്ലെന്നും കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലത്തിൽ പറയുന്നു. സ്വവർഗ വിവാഹം നഗരവരേണ്യവർഗത്തിന്റെ ആശയമാണെന്നും സ്വവർഗ വിവാഹ വിഷയത്തിൽ സമർപ്പിക്കപ്പെട്ട ഹർജികളുടെ പരിഗണനാ സാധുത പരിശോധിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. വിവാഹമെന്ന ആശയത്തിന്റെ അന്തസത്ത തകർക്കുന്ന പുതിയൊരു സാമൂഹിക്രമം സൃഷ്ടിക്കുന്ന വിഷയം പരിഗണിക്കാൻ സുപ്രീംകോടതിക്ക് അധികാരമില്ല. വിവാഹമടക്കമുള്ള വിഷയങ്ങളിൽ നിയമനിർമ്മാണം കോടതി വഴി നടത്താനുള്ള ശ്രമമാണ് ഇപ്പോഴത്തേത്. ഹർജികൾ പരിഗണിക്കപ്പെട്ട നിയമനിർമ്മാണ സഭകളുടെ അവകാശത്തിലുള്ള കൈകടത്തലാകുമെന്നും കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നു.